ഗൈസ്, അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു സാരി പ്രീപ്ലീറ്റ് ചെയ്യുന്ന എങ്ങനെയാന്നുള്ള വീഡിയോ ആണ് കേട്ടോ. സോ ഇനി ഓണമൊക്കെ വരാൻ പോവാണ്, എല്ലാവർക്കും സാരി ഒക്കെ കൊടുത്ത് പോകേണ്ട പരിപാടിയാണല്ലേ. ഇപ്പൊ കുറെ പേർക്ക് സാരി എടുക്കാൻ അറിയില്ല, പിന്നെ അന്നത്തെ ദിവസം സാരി എടുക്കുമ്പോൾ ആകെ തിരക്കൊക്കെ ആയിട്ട് മര്യാദ കൊടുക്കാൻ പറ്റാറില്ല. അപ്പൊ നമ്മൾ ഇന്ന് എങ്ങനെയാണ് സാരി പ്രീപ്ലീറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ് വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് നേരത്തെ പ്രീപ്ലീറ്റ് ചെയ്ത് വെക്കുവാണെങ്കിൽ ഫംഗ്ഷന് പോകാൻ നേരത്തെ ജസ്റ്റ് ഒന്ന് എടുത്ത് കൊടുത്താൽ മാത്രം മതി. അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ. അപ്പൊ നമ്മൾ ഇന്ന് പ്രീപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സെറ്റ് സാരി തന്നെയാണ് കേട്ടോ. സെറ്റ് സാരി നോർമൽ സാരി പോലെ അല്ല. എനിക്ക് എപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളത് സെറ്റ് സാരി എടുക്കാൻ നേരത്ത് എന്തെങ്കിലുമൊക്കെ ഒരു കസവിനോ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം എപ്പോഴും ചില സാരികൾക്ക് കാണാറുണ്ട്. സോ നമുക്ക് ഈ സെറ്റ് സാരി ഇന്ന് പ്രീപ്ലീറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ നോർമലി ജസ്റ്റ് ഒന്ന് ഫുൾ ആയിട്ടൊന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. വലിയ വലിയ ചുളിവുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് തേച്ചിട്ട് പ്രീപ്ലീറ്റ് ചെയ്യാനാണ് എപ്പോഴും നല്ലത്. സോ നമുക്ക് എങ്ങനെയാണ് പ്രിപ്ലീറ്റ് ചെയ്ത് നോക്കിയാലോ. ഫസ്റ്റ് തന്നെ നമുക്ക് നമ്മുടെ സാരീന്റെ പല്ലു ഭാഗം എടുക്കാം. അതായത് നമ്മൾ ഇവിടെ കുത്തിയിട്ട് താഴേക്കുള്ള ലെങ്ത് ഇല്ല, ആ ലെങ്താണ് നമ്മൾ ആദ്യം മെഷർമെന്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ജസ്റ്റ് സാരി ഇങ്ങനെ വെക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എന്തേരം ലെങ്ത് വേണോ അതനുസരിച്ച് സാരി കുത്തി കൊടുക്കുക. ഞാൻ ഇങ്ങനെ എടുത്തിട്ട് എനിക്ക് ഈ ഒരു ലെങ്ത് കറക്റ്റ്. അപ്പൊ ഞാൻ ഇവിടെയായിട്ടൊരു പിന്ന് കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ നമ്മുടെ സാരിയുടെ എന്തായാലും നമുക്ക് താഴേക്ക് ഇങ്ങനെ ബാക്കിൽ കിടക്കണോ അത്രയും ലെങ്തിൽ ഒരു പിന്നെടുത്ത് കുത്തി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഈ സാരി ഇങ്ങനെ എടുക്കണം. ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ കുത്തൂലോ, ഇവിടെ ഇങ്ങനെ കുത്തൂലേ. അപ്പം ഈ കുത്തുന്നതിന്റെ ഇവിടെ ഇത്ര ഇങ്ങനെ ലെങ്ത് എടുത്തിട്ട് ഒരു എക്സ്ട്രാ ഈ തിരിച്ചിങ്ങനെ ഒരു വീതി, അതായത് ഇവിടുന്ന് ഇങ്ങനെ എടുക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു പീസ് ജസ്റ്റ് ഇങ്ങനെ പിടിക്കുക. അപ്പൊ ഇവിടെയായിട്ട് ഒരു പിന്ന് കുത്തി കൊടുക്കണേ. ഓക്കെ, അപ്പൊ നമ്മൾ രണ്ട് സ്ഥലത്ത് പിന്ന് കുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് പിന്ന് കുത്തേണ്ടത് ഇങ്ങനെ എടുക്കുമ്പോൾ നമ്മളിവിടെ കുത്തുന്ന ഭാഗമില്ലേ, അപ്പം ഈ കുത്തുന്ന അവിടെ നമ്മളിങ്ങനെ അളന്ന് പിടിക്കുക. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചുറ്റുക. അതായത് നമ്മുടെ ഇവിടുത്തെ ഫ്ലീറ്റ് സ്റ്റാർട്ട് ചെയ്യൂലേ, ഫ്ലീറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ സെന്ററിലായിട്ട് ഒരു പിന്ന് കുത്തി കൊടുക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മുടെ ലെങ്ത് ഉണ്ടല്ലോ, സാരി കാലിൽ തൊട്ട് നിൽക്കുന്ന ലെങ്ത്, ഇവിടുന്ന് ഇങ്ങനെയുള്ള ലെങ്ത്, ആ ലെങ്തിൽ നമുക്ക് കറക്റ്റ് കാൽപാദത്തിന്റെ അവിടെ ഫ്ലോറിൽ ജസ്റ്റ് ഒന്ന് മുട്ടി നിൽക്കുന്ന പോലെ ലെങ്ത് എടുത്തിട്ട് നമ്മുടെ എവിടെയാണോ നമ്മൾ ഇറക്കുന്നത് ആ ഭാഗത്തായിട്ട് ഒരു പിന്നും കൂടി ഇങ്ങനെ കുത്തി കൊടുക്കുക. ഏകദേശം ഒരളവില് ഇങ്ങനെ കുത്തി കൊടുക്കുക. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ മെഷർമെന്റ്സ് എടുക്കാനുള്ള സാരിയുടെ മെഷർമെന്റ്സ് ഇത്രയേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഇവിടെ കുത്തിയില്ലേ, ഇവിടുന്ന് അളവെടുത്ത് കുത്തിയ ഈ പിന്നും പിന്നെ ഇപ്പുറത്ത് കുത്തിയ ഈ പിന്നില്ലേ, ഇത്രയും വീതിയിലായിരിക്കും നമ്മള് ഇവിടുത്തെ ഞൊറി എടുക്കാൻ പോകുന്നത് കേട്ടോ. ഈ വീതിയിൽ ഈ സാരി ഓൾറെഡി ബ്ലൗസ് പീസ് മുറിച്ചിട്ടുള്ളതുകൊണ്ട് നമുക്ക് ഒത്തിരി ഫ്ലീറ്റ് കിട്ടില്ല. ഇത് മമ്മീന്റെ സാരിയാണ്. സോ നമുക്ക് ഈ വീതിയിൽ ഫ്ലീറ്റ് എടുക്കാം. അപ്പം ഇവിടുന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ സൈഡിൽ നിന്നാണ് കേട്ടോ. അപ്പം ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലീറ്റ് മാത്രം ഒരു ഇച്ചിരി വീതിയിൽ എടുക്കാം. പിന്നെയുള്ള ഫ്ലീറ്റ്സുകൾ നമുക്ക് കുറച്ച് വീതി കുറച്ചെടുക്കാം, എന്നാലും നമുക്ക് കുറച്ച് ഫ്ലീറ്റ്സ് കിട്ടുള്ളൂ. സോ നമുക്ക് ഇങ്ങനെ ഫ്ലീറ്റ്സ് എടുത്ത് കൊടുക്കാം. അധികം ഫ്ലീറ്റ് കിട്ടില്ല, എന്നാലും നമുക്ക് ഒപ്പിച്ചെടുക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് 1 2 3 4 5 ഫ്ലീറ്റ് കിട്ടിയിട്ടുള്ളൂ. ഒരു 8 കിട്ടിയാൽ നല്ല രസമായിരിക്കും, ഒരു 10 കിട്ടിയാൽ നല്ല രസമായിരിക്കും. അതനുസരിച്ച് സാരിക്ക് വീതി വേണം. വീതി ഉണ്ടെങ്കിലേ നമുക്ക് ഇത്ര ഫ്ലീറ്റ്സ് എടുക്കാൻ പറ്റുള്ളൂ. സോ ഞാൻ ഒരു 5 ഫ്ലീറ്റ്സ് എടുക്കുന്നുള്ളൂ കേട്ടോ. നിങ്ങളുടെ സാരിക്ക് വീതി ഉണ്ട്, മാക്സിമം നിങ്ങൾക്ക് ചെറുതാക്കി എത്ര ചെറുതാക്കി എടുക്കാൻ പറ്റുമോ അത്രയും ചെറുതാക്കി ഫ്ലീറ്റ് എടുത്താൽ നല്ല ഭംഗിയായിരിക്കും. പക്ഷെ ഒത്തിരി ചെറുതായി കഴിഞ്ഞാലും, കാരണം ഇങ്ങനെ കുത്തുമ്പോൾ ഇത് വിടർന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ ഒത്തിരി ചെറുതാക്കരുത്, ഒരു മിനിമം വീതിയിൽ നിങ്ങൾ ഫ്ലീറ്റ്സ് എടുക്കുക. സോ അത് നമ്മളിങ്ങനെ ഒന്ന് കറക്റ്റ് ആയിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ കറക്റ്റ് ആയിട്ട് പിടിക്കുക. നമ്മൾ ഒരു സേഫ്റ്റി പിന്നെ എടുക്കുന്നു. ഇതെല്ലാം കൂടെ ഇങ്ങനെ ഒരുമിച്ചൊന്ന് കുത്തുന്നുണ്ടേ. സോ ജസ്റ്റ് നമ്മളിപ്പം ഇവിടെ പിന്നെ കുത്തി കൊടുത്തിട്ടുണ്ടോന്ന് ഫ്ലീറ്റ് എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടുത്തെ ഷോൾഡറിലെ ഫ്ലീറ്റ്സ് എടുക്കാവേ. ഇനി നമുക്ക് നമ്മുടെ ഷോൾഡർ ഫ്ലീറ്റ്സ് എടുക്കാം കേട്ടോ.
ഷോർട്ട് ഫ്ലീറ്റ്സ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഞാൻ നോർമലി എടുക്കുന്ന രീതി ഞാൻ കാണിച്ചു തരാം. ചിലരുടെ കയ്യിലിട്ട് ഇങ്ങനെ എടുക്കാറുണ്ട്. അത്ര സിമ്പിൾ ആയിട്ട് എടുക്കാൻ പറ്റുന്നവർ അങ്ങനെ എടുക്കുക. ഞാൻ ചെയ്യുന്നത് എങ്ങനെയാന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഞാൻ ഇത് ഈ നമ്മുടെ ബോർഡറിന്റെ വീതിയിലാട്ടോ ഞാൻ ഇതെടുക്കാൻ പോകുന്ന ഫ്ലീറ്റ്സ്. സോ ഈ ബോർഡറിന്റെ വീതി ഇങ്ങനെ എടുക്കുക. എന്നിട്ട് ഇതേപോലെ ഇങ്ങോട്ട് വെക്കുക. ജസ്റ്റ് ഇതുണ്ടോ ഇത്രയും ഇതേപോലെ ഇങ്ങനെ എടുക്കുന്നുണ്ട്. ഇത് വീണ്ടും ഇങ്ങനെ ഫ്ലീറ്റ്സ് എടുക്കുക. ജസ്റ്റ് ഇങ്ങനെ അടിയിലേക്ക് മടക്കി കൊടുക്കുക. ഇത്രേ ഉള്ളൂ. ഇങ്ങനെയാണ് ഞാൻ ഫ്ലീറ്റ്സ് എടുക്കുന്നത് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് ഒരുമിച്ചാക്കാം. ഇവിടെ ഒരു സേഫ്റ്റി പിന്നെ കുത്തിക്കൊടുക്കും. ഇതിങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് ഫ്ലീറ്റ് എടുത്ത് പിന്നെ കുത്തുന്നത്. ജസ്റ്റ് ഇതേപോലെ ഒരു ഇത് വെച്ചിട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക, വലിക്കുമ്പോൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട്. നമുക്കിപ്പം നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ആവശ്യമുള്ളൂ. അതിനിപ്പോൾ ഒരാൾ കൂടെ ഉണ്ടെന്നാണെങ്കിൽ ഇവിടെ ഒരാൾ പിടിച്ചിട്ട് നമുക്കിങ്ങനെ എടുക്കാവുന്നതാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് ഈ ഫ്ലീറ്റ്സ് ഇങ്ങനെ ഈ വീതിയിൽ എടുക്കുക. എന്നിട്ട് നേരത്തെ എടുത്ത പോലെ തന്നെ ഇങ്ങനെ കറക്റ്റ് അളവിൽ ഇങ്ങനെ എടുക്കുക കേട്ടോ. ഇതുണ്ട് ഇതേപോലെ. ജസ്റ്റ് ഇങ്ങനെ എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതും ഒരേപോലെ കറക്റ്റായിട്ട് വെക്കുക. ഇവിടെ ഒരു പിന്നൂത്തി കൊടുക്കുക കേട്ടോ. അതേപോലെ ഇതിങ്ങനെ പുറകോട്ട് വെക്കുക. ഇവിടെ ഇങ്ങനെ ടൈറ്റ് ചെയ്ത് വെക്കുക. അപ്പൊ നമ്മള് നേരത്തെ എടുത്ത അളവില്ലേ, നേരത്തെ എടുത്ത നീളത്തിന്റെ അത്രയും ഇതിൽ ഇതേപോലെ ഫ്ലീറ്റ്സ് എടുത്ത് കൊടുക്കുക കേട്ടോ. ഇപ്പൊ നമ്മള് ഇത്രയും ഫ്ലീറ്റ്സ് എടുത്ത് കൊടുത്തിട്ടുണ്ട് ഈ നീളത്തിലിട്ടോ. അപ്പൊ നമുക്കത് വെച്ച് നോക്കാം കറക്റ്റ് ആണോന്ന്. എനിക്കൊരു പൊടിക്കും കൂടെ ലെങ്ത് വേണം, കാരണം ഹീൽസ് ഇടുമ്പത്തേനും നമുക്ക് ചിലപ്പോൾ ഒന്ന് കയറി പോകാൻ ചാൻസ് ഉണ്ട്. സോ നമുക്ക് ഒരു കുറച്ചും കൂടെ ലെങ്തിലാക്കി കൊടുക്കാം കേട്ടോ. ആദ്യത്തെ ആ ഒരു ഫ്ലീറ്റ്സ് കറക്റ്റ് എടുത്താൽ മതി. പിന്നെ അങ്ങോട്ട് എല്ലാ ഫ്ലീറ്റ്സും നമുക്ക് ഇതേപോലെ ഈസി ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. ഇതെനിക്ക് കറക്റ്റ് ആയിരിക്കും, കാരണം ഹീൽസും കൂടി ഇടുമ്പോഴത്തേനും കറക്റ്റ് ലെങ്തിലേ വരുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഇങ്ങോട്ടുള്ള ഫ്ലീറ്റ്സ് ആണ് എടുക്കേണ്ടത്. അതിന് മുമ്പ് നമുക്ക് ഈ ഫ്ലീറ്റ്സ് ഒക്കെ ഒന്ന് തേച്ച് കൊടുക്കണം, നന്നായിട്ടൊന്ന് അയൺ ചെയ്യണം, എന്നാലേ നല്ല നീറ്റായിട്ട് ഇരിക്കുള്ളൂ കേട്ടോ. സോ ഇതേപോലെ ഞാൻ നമ്മൾ ക്ലിപ്പ് ചെയ്യുന്നുണ്ട്. നമ്മൾ നേരത്തെ എടുത്തപ്പോൾ തന്നെ എല്ലാം നല്ല നീറ്റാക്കി വെക്കുന്നുണ്ട്. നമുക്ക് ഈ മുന്താണി ഫുൾ നന്നായിട്ട് അയൺ ചെയ്ത് കൊടുക്കണം കേട്ടോ. സ്റ്റീം അയണിങ് ആണെങ്കിൽ നന്നായിട്ട്, അതായത് കുറച്ചിങ്ങനെ സ്റ്റീം വരുന്ന അയണർ ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഒരു ചുളുക്കും ഇല്ലാതെ നല്ല ഭംഗിയിൽ ഇങ്ങനെ അയൺ ചെയ്തെടുക്കാൻ പറ്റുമേ. ഇത് ബജാജിന്റെ അയൺ ബോക്സ് ആട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയും ഭാഗം നന്നായിട്ട് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചെസ്റ്റിന്റെ പോർഷൻ ആണ് ഒന്ന് അയൺ ചെയ്യാനുള്ളത്. ഒന്നും കൂടെ ഇങ്ങനെ ടൈറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റത്തെ ഫ്ലീറ്റ് ഒന്നിങ്ങനെ വിടർത്തി കൊടുക്കുക. പിന്നെ സെക്കൻഡ് ഫ്ലീറ്റ്സ് ഒന്നിങ്ങനെ വിടർത്തുക. അങ്ങനെ എല്ലാ ഫ്ലീറ്റ്സും നന്നായിട്ടൊന്നിങ്ങനെ വിടർത്തി കൊടുക്കണം കേട്ടോ. അപ്പൊ ഇങ്ങനെ ഓരോ സെക്ഷനും നമ്മളൊന്നിങ്ങനെ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ ഒന്ന് ലെവൽ ചെയ്ത് ഇങ്ങനെ കൊടുക്കുക കേട്ടോ.
നമുക്ക് ഇവിടെ ചെസ്റ്റിന് ഒത്തിരി വീതി ഉണ്ട്, കുറച്ച് തടിയുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അതനുസരിച്ച് കുറച്ചും കൂടെ ഫ്ലീറ്റ്സും വലുതാക്കണം. ഈ വിടർത്തി വെക്കുന്ന വീതിയും കുറച്ചും കൂടെ ഒന്ന് വലുതാക്കി വെക്കണേ. ഇതിപ്പോ എൻ്റെ ഒരു വണ്ണം ആ ഒരു സൈസിലൊക്കെ ഉള്ളവർക്ക് പറ്റുന്ന പോലെയാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. സോ ഇങ്ങനെ നമ്മളത് വിടർത്തി കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇത് നന്നായിട്ടൊന്ന് അയൺ ചെയ്യാവേ. നമുക്ക് ഈ ഭാഗം കുറച്ച് ബാക്കോട്ട് വെക്കാം. ഇനി അടിയിലേക്കുള്ള ഭാഗം ഇതേപോലെ അടിയിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടെ വീതി കൂട്ടി വരണം. കുറച്ചും കൂടെ വീതി കൂട്ടി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുക്കാം. താഴേക്ക് എടുക്കും തോറും നമ്മുടെ ഈ വീതി കൂട്ടി എടുക്കണം കേട്ടോ. അപ്പൊ നമ്മളിപ്പം നമ്മുടെ ചെസ്റ്റ് പോർഷൻ നന്നായിട്ട് അയൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അയൺ ചെയ്ത് കഴിയുമ്പോൾ ഇതേപോലെ ഇരിക്കും, അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും അനങ്ങത്തില്ല. ഇത്രയും അടിപൊളിയായിട്ട് തന്നെ ഇരിക്കും കേട്ടോ. കണ്ടോ, നമുക്ക് സാരി ഉടുത്തഴത്തിരിക്കും. ഇങ്ങനെ അയൺ ചെയ്തിട്ട് പോവാണെങ്കിൽ നല്ല ഭംഗി, നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ ചെസ്റ്റ് പോർഷനും നമ്മുടെ മുന്താണിയും നമ്മൾ അയൺ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ ഈ ഫ്ലീറ്റ്സ് ഒന്ന് അയൺ ചെയ്ത് കൊടുക്കണം. ഇത് ഞാൻ എങ്ങനെ അയൺ ചെയ്യുന്നത് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ നമുക്ക് ഈ ഫ്ലീറ്റ്സ് ഇതേപോലെ ഇതിനകത്തേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇത് ഓരോ ഫ്ലീറ്റ്സും നല്ല കറക്റ്റ് ആയിട്ട് ഇങ്ങനെ പിടിക്കുക. നിങ്ങൾക്ക് ഇങ്ങനെ വിടർത്തി വെച്ചിട്ടോ കുത്തുണ്ടെങ്കിൽ ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ എടുത്തിട്ട് ഓരോ ഫ്ലീറ്റ്സിന് മേളിൽ ഇങ്ങനെ വിടർത്തി വെക്കുക. അല്ലെങ്കിൽ എല്ലാം ഒരേപോലെ വെച്ചിട്ട് ഇങ്ങനെ വിടർന്നിരിക്കുന്ന ഇഷ്ടമല്ലാത്തവരുണ്ട്. അങ്ങനെയുള്ളവര് ജസ്റ്റ് എല്ലാം കൂടെ ഒരുമിച്ച് വെച്ചിട്ട് നമ്മളിപ്പോൾ അളവെടുത്തല്ലോ, മറ്റിവിടുത്തെ കുത്താനുള്ള ലെന്തിന്റെ അളവ്, ആ അളവില് ജസ്റ്റ് ഒന്ന് കുത്തി കൊടുത്താലും മതിയേ. ഞാൻ ജസ്റ്റ് ഒന്ന് വിടർത്തി കൊടുക്കുന്നുണ്ട്. കാരണം ഒന്നാമത് നമുക്ക് ഫ്ലീറ്റ്സ് ഭയങ്കര കുറവാണ്. അപ്പൊ അതിന്റെ കൂടെ ഇങ്ങനെ എനിക്കിങ്ങനെ കുറച്ച് വിടർന്നിരിക്കുന്നതാണ് ഇഷ്ടം ഫ്ലീറ്റ്സ്. സോ നമുക്ക് ഇങ്ങനെ വിടർത്തി കൊടുക്കാം കേട്ടോ. ഇതേപോലെ ഇവിടെ ഒരു പിന്ന് കുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം ഇങ്ങനെ ഒരേപോലെ അടുക്കി വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ അയൺ ചെയ്ത് കൊടുക്കാവേ. അപ്പൊ നമ്മൾ നമ്മുടെ ചെസ്റ്റ് പോർഷനും അതേപോലെ അടിയിലത്തെ
പോർഷനിൽ നമ്മൾ നന്നായിട്ട് ഇത് അയൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നിങ്ങൾക്ക് സുഖമായിട്ട് ഉടുക്കാൻ പറ്റും. സാരി ഇതേപോലെ ഒരു ഹാങ്ങറിൽ ഇങ്ങനെ ഹാങ് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഉടുക്കാൻ നേരത്തെ എടുത്ത് ഉടുത്താൽ മതി. അപ്പം ജസ്റ്റ് ഇത് ചുളുങ്ങാതെ എവിടെയെങ്കിലും ഇങ്ങനെ ഒന്ന് ഹാങ് ചെയ്തിട്ടാൽ അത് അങ്ങനെ തന്നെ കിടന്നോളും കേട്ടോ. ഇനി ഈ സാരി നിങ്ങൾക്ക് ഡ്രേപ്പ് ചെയ്യാൻ അറിയില്ലെങ്കിൽ നമ്മുടെ നെക്സ്റ്റ് വീഡിയോ ഓണം ലുക്ക് ആണ്. സോ ഓണം ലുക്കിൽ ഞാൻ ഈ സാരി ഡ്രേപ്പ് ചെയ്ത് കാണിക്കുന്നതായിരിക്കും. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാൻ ഇരിക്കുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചു. അപ്പൊ നമ്മുടെ നെക്സ്റ്റ് വീഡിയോ വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എങ്ങനെയാണ് ഈ സാരി ഡ്രേപ്പ് ചെയ്യേണ്ടതെന്ന്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റിൽ ഇട്ടാൽ മതി. അപ്പൊ ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അതേപോലെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഒത്തിരി പേര് വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. സോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫാമിലി ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനി അത് വളരും. സോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.